എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചായപ്പലഹാരമാണ്. ഇന്നത്തെ ഈ ഒരു ചായക്കടി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള സവാള വെച്ചിട്ടാണ്. സവാള വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാനും വളരെ തന്നെ നല്ലതായിരിക്കും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരിക്കലുണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും നമ്മുടെ വീടുകളിൽ ക്രിസ്പി ഉള്ളിവട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉള്ളിവട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 6 സവാളയാണ് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. വളരെ നൈസായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ സവാള കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് സവാളയും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം, അതുവരെയാണ് നമുക്ക് തിരുമ്മിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സവാള നിറയെ തന്നെ ഉണ്ടായിരുന്നു. അതെ, തിരുമ്മിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഒതുങ്ങി ഈ ഒരു പരുവത്തിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് സവാള ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. അങ്ങനെ 10 മിനിറ്റ് നേരം മൂടി വെച്ച സവാള വീണ്ടും നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോ ഇതില് അത്യാവശ്യം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഒരു വെള്ളമൊന്നും ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം. ആദ്യമേ നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് അളവില് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയുടെ കൂടെ തന്നെ 50 ഗ്രാം അളവിൽ തന്നെ കടലപ്പൊടി കൂടെ ചേർക്കാം. എരിവിനാവശ്യമായ 3 പച്ചമുളക്, ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില പൊടിയായി കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ലൊരു കളറിനായിട്ട് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി. ഇനി ഉള്ളിവടയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഒക്കെ നൽകുന്നതിനായിട്ട് 1 സ്പൂൺ അളവില് ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ കൈവശം ബിരിയാണി മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്താലും മതിയാകും. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് വീണ്ടും പൊടികളും സവാളയും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു നനവ് കൊണ്ട് തന്നെയാണ് നമ്മൾ വടയുടെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ മാവല്ല കൂടുതലായിട്ട് വേണ്ടത്, സവാള തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിവടയുടെ മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. 50 ഗ്രാം അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാനും പോകുന്നത്. നമ്മളിപ്പോ മൈദപ്പൊടി ചേർത്തപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. കുറേശ്ശെ ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കി തുടങ്ങാം. അതിനു മുമ്പായിട്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മളിന്ന് ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരുവാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഉള്ളിവടയുടെ കൂട്ട് കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുള്ള ബോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വീണ്ടും ഇട്ട് കൊടുക്കാം. ഇത്രയും തന്നെ എണ്ണയിലേക്ക് ഉരുട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിവട മുരിച്ചെടുക്കാനായിട്ട് എണ്ണയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അവിട്ട് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞതിന് ശേഷമായിരിക്കണം മറിച്ചിട്ട് കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഫുൾ ഫ്ലെയിം വെച്ചിട്ടാണ് മുരിക്കാനായിട്ട് മാറ്റേണ്ടത്. അതിനുശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറിയ തീയിലേക്ക് മാറ്റാം. ഒരു വശം ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് മുരിഞ്ഞു വരാനായിട്ട് കുറച്ച് താമസം വരും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തുകയാണെങ്കിലും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഉള്ളിവട നല്ലതുപോലെ തന്നെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഫുൾ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ മറിച്ചിട്ടൊക്കെ കൊടുക്കാം. 2 ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണം മുരിച്ചെടുക്കാനായിട്ടും. വീണ്ടും നമുക്കിതൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കാം. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം
ഫ്ലെയിം ഒന്ന് ഊറ്റി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരും. ആ ഒരു സമയത്താണ് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റേണ്ടത്. എണ്ണയിൽ നിന്നും കോരി മാറ്റി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് മുരിഞ്ഞ് കളർ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗോൾഡൻ കളറിലാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ആദ്യപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുള്ള ഉള്ളിവട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. രണ്ടാമതും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഉള്ളിവട നമ്മുടെ വീട്ടിലെ നിത്യമുള്ള സവാള വെച്ചിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചു. നാളെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും കാത്തിരിക്കുക.